നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് എപ്പോഴും അന്വേഷിക്കുന്നവരാണ്, സീക്കേഴ്സാണ്. നമ്മൾ എപ്പോഴും അന്വേഷകരാണ്, നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള മനുഷ്യരാണ്. അതായത് 2004 മുതൽ 2024 വരെയുള്ള ആ 20 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻസിൻ്റെ കാലഘട്ടമാണ്. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അതുവഴി നമ്മൾ എന്ത് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നു. നമുക്ക് എന്താണ് വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നോളജ്, വിസ്ഡം അല്ലേ, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് ശേഷം, ഈ 2024 ശേഷം അടുത്തൊരു 20 വർഷ കാലഘട്ടം ഉണ്ടാകുകയാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിസ്ഡം, നമ്മൾ സീക്കേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വിസ്ഡം നമ്മൾ അന്വേഷിക്കുന്നത്, കണ്ടെത്തിയ ശേഷം അതിൽ നിന്ന് നമ്മൾ പ്രായോഗികമായിട്ട് കൊണ്ടുവരണം അല്ലേ. നമ്മൾ മനസ്സിലാക്കി എടുത്തു വെച്ചിരിക്കുന്ന വിസ്ഡം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കുക. 2024 മുതൽ 2044 വരെയുള്ള ആ 20 വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ്. എന്താണ് ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ആ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോധോദയം ഉണ്ടാവണം, ഇത് എവിടെയെങ്കിലും പ്രയോഗിക്കണം, നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടാവണം. അപ്പോൾ ആ പർപ്പസ് സീക്ക് ചെയ്യുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ലോകത്തിലെ ഒരു ചെറിയ ശതമാനത്തോളം ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കുന്നു, കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻലൈറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തൊരു ലൈറ്റ്, LIGHT, ലൈറ്റ് എന്ന് പറയുന്നത്, പ്രകാശം എന്ന് പറയുന്നത് അല്ലേ, പ്രകാശം അല്ലെങ്കിൽ ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫയറിൻ്റെ പ്രത്യേകത എന്താണ്? ഫയറിൻ്റെ പ്രത്യേകത സ്പീഡ് കൂടുതലാണ്.